ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. അതാ നമ്മളിന്ന് ചെറിയൊരു സുഖീൻ ഉണ്ടാക്കാനെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ചെറുപയറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യം വരണയും ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് ശർക്കരപ്പാനി വെച്ചൊന്ന് മാറ്റിയെടുക്കാനൊക്കെ മാറ്റിയെടുക്കാൻ അതിലേക്ക് ഒന്ന് പിടിപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് നന്നായി പിടിച്ച് വരുമ്പോൾ ആ ചെറുപയറും കൂടി ഇട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. വേണമെങ്കിൽ 2 മണി ജീരകം ഇട്ട് കൊടുക്കാം, വേണ്ടവർക്ക് കേട്ടോ. അല്ലെങ്കിൽ അവലിട്ട് കൊടുക്കാം. ഞാനൊന്നും ഇടുന്നില്ല, ഇത് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അവലിട്ടവർക്ക് കടിക്കാൻ ഭയങ്കര ഇഷ്ടമില്ല. ചിലർ അവലൊക്കെ ഇടും മിക്സിയിലേക്ക്. അങ്ങനെ ഈ ഇതിലൊക്കെ നന്നായി വെച്ചൊന്ന് ടൈറ്റായി വരണം കേട്ടോ. ഒന്ന് നമുക്ക് ഉണ്ട പിടിക്കാൻ പാകത്തിൽ ഒന്ന് കുറുകി വരണം കേട്ടോ. അതിൽ വെള്ളമൊക്കെ എന്താ പറയുക, ശർക്കര പാനിയൊക്കെ ഉണ്ട്. നന്നായി ചെറുപയറിലും തേങ്ങയിലൊക്കെ പിടിച്ചൊന്ന് നന്നായി നല്ല ടേസ്റ്റായി വരുന്നു കേട്ടോ. അതുവരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇതാ ശർക്കര പാനിന് വെള്ളം പോലെ തന്നെ ഉണ്ട് കേട്ടോ. എന്നാലും നമുക്ക് പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാറ്ററിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ ലൂസായി പോയി കളയും. അതുകൊണ്ട് നന്നായി വറ്റി വരണം. നന്നായി വറ്റി വരുന്നുണ്ട് കേട്ടോ. ഇളക്കി കൊടുക്കണേ ഇടയ്ക്കിടയ്ക്ക്, ഇല്ലെങ്കിൽ അത് കരിഞ്ഞ് വേഗം കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നന്നായി വറ്റി വന്നിട്ടുണ്ട് തോന്നുന്നത്. ചൂടൊക്കെ ഇറക്കി ഇന്ത്യയിൽ പിടിച്ചെടുക്കാം. സ്റ്റവ് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് തണിയാണ്. ഈ ചൂടുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വറ്റിക്കാം കേട്ടോ. ഒന്ന് ടൈറ്റ് ആകുമ്പോൾ വെള്ളമൊന്നുമില്ല, പിന്നെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അല്ല, ശർക്കരപ്പാനിയൊന്നും ഇല്ല കേട്ടോ. അതിൽ നന്നായി പിടിച്ച് നമുക്ക് ഒന്ന് ബാറ്റർ തയ്യാറാക്കാം. ഒന്ന് തണി വരട്ടെ. ബാറ്ററിന് ആവശ്യത്തിന് മൈദയാണ് കേട്ടോ എടുക്കുന്നത്. മൈദയിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സാക്കി എടുക്കുക. ബാറ്റർ തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഏകദേശം ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ക്യാമറ ചരിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഈ ക്യാമറയ്ക്ക് മുഖത്തിന് ലേശം വെള്ളം ഒഴിച്ചുകൊണ്ട് ബാറ്ററി തയ്യാറാക്കി എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഫോൺ ഈ ഭാഗത്ത്, സ്റ്റാൻഡ് ഈ ഭാഗത്ത് വെച്ചുകൊണ്ടാണ് ലെഫ്റ്റ് ഹാൻഡ് കൂടെ തോന്നുന്നത്. ലെഫ്റ്റ് ഹാൻഡ് അല്ല കേട്ടോ. ഒന്നും പറയുന്നത്, നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ വീഡിയോ ഒന്ന് സബ് ചെയ്യുക കേട്ടോ. പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ മിക്സിയിലൂടെ തണുത്ത് വന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വലുപ്പത്തിനനുസരിച്ച് ഉണ്ടകളായി പിടിച്ചെടുക്കാം. ചൂട് തണിഞ്ഞുകൊണ്ട് ചെറിയ ചൂടുണ്ട് കേട്ടോ. അതിലാകുമ്പോൾ നല്ല ചൂട് വന്നിട്ട് അങ്ങനെ വലുപ്പത്തിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വലുപ്പത്തിനനുസരിച്ച് പിടിക്കാം കേട്ടോ. ബാറ്റർ നോക്കി ഒന്ന് പൊരിച്ചെടുക്കാം. അത്രേ ഉള്ളൂ നമ്മൾ പരിപാടി കേട്ടോ. എല്ലാം പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അധികം പ്രത്യേകം ചെയ്യാൻ പറ്റില്ല, ചെറുപയറായാലും പെട്ടെന്ന് പൊട്ടിപ്പോവും. അങ്ങനെ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ സുഖീൻ്റെ പരിപാടി. നമുക്ക് എളുപ്പം വീട്ടിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ. അങ്ങനെ നന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് പകുതി ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ സാധനങ്ങളൊക്കെ വെക്കുന്നത് 2 ആൾക്കാർ വന്നിട്ടോ. അങ്ങനെ നമുക്ക് പകുതിക്ക് വെച്ചിട്ട് പോകേണ്ട ഒരവസ്ഥയായിപ്പോയി.
വരുമ്പോഴത്തേക്ക് ലേശം ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തിരിച്ച് മറിച്ചിട്ട് വേവിക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഇതാ ആയിട്ടുണ്ട് കേട്ടോ. ഇത് വരുമ്പോൾ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ചായ കുടിക്കാൻ പോകുമ്പോൾ അച്ചൂട്ടനില്ല. അച്ചൂട്ടനുണ്ടാകും കൂടെ ടൗണിൽ പോയിട്ട് ഞാൻ കുഞ്ഞിട്ടിന് മാത്രമേ ഉള്ളൂ ചായ കുടിക്കും. എന്താ കുഞ്ഞിട്ടിന് ഓരോന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കുകയാണ്. കേക്കൊക്കെ ഇതാ പൊളിച്ചെടുക്കുന്നു. വയലറ്റ് കേക്കാണ് അപ്പോൾ നമുക്ക് ചൂട് തണിഞ്ഞ് ചായയുടെ ഇങ്ങനെ സ്ട്രോ ഇട്ട് കുടിക്കുമ്പോഴത്തെ ഒരു ഗ്ലാസ് ഉണ്ട്, അതിലാണ് അപ്പോൾ ചായ കുടിക്കുന്നത്. ഇങ്ങനെ കുടിക്കാത്തതാണ്. ഇന്നിപ്പോൾ അതൊന്ന് വേണമെന്നായി. ഇത്രയൊക്കെ ഉള്ളൂ. ഒരു വീഡിയോ വരാം. ബൈ. ഇതാ നമ്മളെ വയലറ്റ് കേക്ക്. അടുത്തൊരു വീഡിയോ വരാം. ബൈ.